ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്നേഹയും ധനുഷും കൂടി സ്നേഹയുടെ റൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ നെല്ലിശ്ശേരി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് നല്ല പേടിയുണ്ട്, എന്നോട് ഈ വീടിനകത്തേക്ക് കയറരുതെന്നല്ലേ നിന്റെ ഏട്ടന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, അതിന് കോടതി ഉത്തരവൊന്നും അല്ലല്ലോ, എന്റെ ഏട്ടന്മാർ പറഞ്ഞതല്ലേ. ധനുഷ് ഒന്ന് ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ലേ കൂടെ, ആരും ഒന്നും പറയില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവർ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. അവിടേക്ക് ഇപ്പോൾ നന്ദനും സന്ദീപും കൂടി എത്തിയിരിക്കുകയാണ്. ചോദിച്ചത് കേട്ടില്ലേ, നീയാണോ തീരുമാനിക്കുന്നതെന്ന് നന്ദൻ ചോദിക്കുന്നു. അപ്പോൾ ധനുഷ് പറയുന്നു, നന്ദേട്ടാ ഞാനത് എന്ന് പറയുമ്പോൾ നന്ദൻ ദേഷ്യത്തോടെ പറയുന്നു, നീ മിണ്ടിപ്പോവരുത്, ഈ വീട്ടിലേക്ക് കയറാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഇറങ്ങടാ പുറത്ത്, നിന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് സന്ദീപ് ദേഷ്യത്തോടെ ധനുഷിന്റെ ടീഷർട്ടിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് പോകാൻ പറയുന്നു. സന്ദീപേട്ട, ധനുഷിനെ തൊട്ടു പോകരുത്, ഇവൻ എന്റെ ഭർത്താവാ, ഞാൻ വിളിച്ചിട്ടാ എന്റെ കൂടെ വന്നേ എന്ന് സ്നേഹ പറയുന്നു. ഇത് കേട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാ പറഞ്ഞേ ഇവനെ ഇതിനകത്ത് വിളിച്ചു കയറ്റാൻ? നന്ദേട്ടാ, എന്റെ പേരിൽ നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ, ഈ മുറിക്കകത്ത് നിന്ന് എന്തോ ഒരു സാധനം എടുക്കാൻ കൂടെ വരണമെന്ന് സ്നേഹ എന്നോട് പറഞ്ഞു, ഞാൻ വന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ ഞാൻ നിങ്ങളോട് വഴക്കിടാൻ വന്നതൊന്നുമല്ല എന്ന് ധനുഷ് പറയുന്നു. ഡാ, ഇവൾ ഞങ്ങളുടെ പെങ്ങളാ, പക്ഷേ അളിയനായിട്ട് നിന്നെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സന്ദീപ് വീണ്ടും ധനുഷിനെ പിടിച്ച് തള്ളുന്നു. ഇറങ്ങടാ പുറത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ട് സ്നേഹ പറയുന്നുണ്ട് വിടന്നൊക്കെ. അപ്പോൾ അവിടേക്ക് അർച്ചന വന്ന് സന്ദീപെ എന്ന് വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സന്ദീപെ, എന്താ നീ കാണിക്കുന്നേ, ധനുഷിനെ വിട്. അർച്ചന പറയുമ്പോൾ സന്ദീപ് ധനുഷിനെ വിടുന്നു. അർച്ചന ഇതിൽ ഇടപെടണ്ട, ഇവനോട് ഈ വീടിനകത്ത് കയറി പോരുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് നന്ദൻ ചോദിക്കുന്നു. സഹോദരങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഇതുപോലെയുള്ള വഴക്കും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകും. ഇതിനേക്കാൾ വലുതായി പലതും പറഞ്ഞെന്നും ഇരിക്കും. പക്ഷെ എന്ന് കരുതി വീടിനകത്ത് വന്ന് കയറുന്ന ഒരാളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. തന്നെയുമല്ല, സ്വന്തം ഭർത്താവിനെ കൺമുന്നിൽ വെച്ച് അപമാനിച്ചാൽ ഒരു പെണ്ണും സഹിക്കില്ല എന്ന് അർച്ചന അവരോട് പറയുന്നുണ്ട്. ഇത് കേട്ട് സന്ദീപ് പറയുന്നു, ചതിയനായി ഇവനോട് ഒരു ദയയും കാണിക്കാൻ പാടില്ല ഏട്ടത്തി, ഇറങ്ങിപ്പോടാ എന്ന് ധനുഷിനോട് പറയുന്നു. ഇവിടെ നിന്ന് ഒന്നും മോഷ്ടിച്ചോണ്ട് പോകാൻ വന്നതല്ല ഞങ്ങള്, എന്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നതാ എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, സ്നേഹ കൂടെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും ഓർത്തില്ല, ഞാൻ ഇങ്ങ് നേരെ പോന്നു, തെറ്റായിപ്പോയി, സോറി എന്ന് കൈകൂപ്പി പറഞ്ഞിട്ട് ധനുഷ് അവിടെ നിന്നും പോകുന്നു. എന്നെയും എന്റെ ഭർത്താവിനെ അപമാനിച്ചപ്പോൾ എല്ലാവർക്കും തൃപ്തിയായല്ലോ എന്ന് സ്നേഹ. ഇത് കേട്ട് നന്ദൻ പറയുന്നു, നിനക്ക് എപ്പോ വേണമെങ്കിൽ ഈ വീട്ടിലേക്ക് വരാം, ഇതിനകത്തോട്ട് കയറാം, പക്ഷേ അവൻ ഈ വീട്ടിലേക്ക് കയറാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഏതു പെണ്ണിനും അവളുടെ ഭർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. എന്റെ ഭർത്താവിന് കയറാൻ പറ്റാത്ത ഈ വീട്ടില് എനിക്കിനി കയറണ്ട. ഈ ലോകമെന്ന് പറയുന്നതേ ഈ വീടിന്റെ മതിൽക്കെട്ടിനുള്ളിൽ മാത്രമുള്ളതല്ല. എന്തായാലും എന്റെ ഏട്ടന്മാർക്ക് എന്നോടുള്ള സ്നേഹം എനിക്കിപ്പോ മനസ്സിലായി. ഇത്രയ്ക്കും വലിയ ക്രൂരത നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സ്നേഹ അവിടെ നിന്നും പോകുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾ കാണിച്ചത് വലിയ തെറ്റായിപ്പോയി. അച്ഛൻ നിർബന്ധിച്ചിട്ടാ അവർ ഈ വീട്ടിലേക്ക് വന്നത്. ധനുഷ് ചതിയന, സമ്മതിച്ചു. പക്ഷേ സ്നേഹ നിങ്ങളുടെ സഹോദരിയല്ലേ, അത് നിങ്ങൾ മറക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അർച്ചനയും അവിടെ നിന്ന് പോകുന്നു. സ്നേഹ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. സേതുമാധവൻ ഇത് കാണുന്നു. എന്താ മോളെ, എന്താ അവിടെ ബഹളം കേട്ടത്, ധനുഷ് ഇറങ്ങി പോകുന്നത് കണ്ടല്ലോ എന്ന് സേതു ചോദിക്കുന്നു. അച്ഛൻ എന്തിനാ ഇവിടേക്ക് ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നേ, അതുകൊണ്ടല്ലേ എനിക്കും എന്റെ ഭർത്താവിനും ഈ അപമാനം സഹിക്കേണ്ടി വരുന്നേ. വയ്യച്ഛ, മടുത്തു, ഇന്നത്തോടെ എല്ലാം നിർത്തി, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുക എന്ന് സ്നേഹ പറയുമ്പോൾ സേതു ചോദിക്കുന്നു, അതിനു മാത്രം എന്താ ഇപ്പോൾ ഉണ്ടായതെന്ന്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ല, ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചത് കൊണ്ട് അച്ഛന്റെ മക്കൾക്ക് ഞാനിപ്പോൾ ഒരു കൂടപ്പിറപ്പല്ലാതെയായി എന്ന് ഈ സമയം ആയി എന്ന് സ്നേഹ പറയുന്നു. അപ്പോൾ ഈ സമയം അവിടേക്ക് അർച്ചനയും വരുന്നു. മോളെ, ഇവിടെ എന്തൊക്കെ ഈ പറയുന്നത്, അവിടെ എന്താ പ്രശ്നം ഉണ്ടായത് എന്ന് സേതു അർച്ചനയോട് ചോദിക്കുന്നു. അച്ഛ, അത് പിന്നെ ധനുഷും നന്ദേട്ടനും സന്ദീപുമായിട്ട് ചെറിയൊരു സംസാരമുണ്ടായി എന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹ ദേഷ്യത്തോടെ, ഇങ്ങനെ അപമാനിക്കുന്നതാണോ ചെറിയ സംസാരം എന്ന് ചോദിക്കുന്നു. ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ദയവ് ചെയ്ത് ഞങ്ങളെ എങ്ങോട്ടെങ്കിലും പോകാൻ അച്ഛൻ അനുവദിക്കണം, ഞങ്ങൾ ഇവിടെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, ആർക്കും ഒരു ശല്യമാകാതെ ഏതേലും നാട്ടിൽ പോയി എന്തേലും പണിയെടുത്ത് ജീവിച്ചോളാം എന്ന് സ്നേഹ സേതുവിനോട് പറയുന്നു. അവരെന്താ പറഞ്ഞത് എന്ന് സേതു ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു, പറഞ്ഞതല്ലല്ലോ, അപമാനിച്ച് ഇറക്കി വിട്ടതല്ലേ എന്ന്. ആരെ ഇറക്കി വിട്ടോ എന്നാ സേതു ചോദിക്കുന്നു. അപ്പോൾ അർച്ചന കാര്യങ്ങളൊക്കെ സേതുവിനോട് പറയുന്നു. ഇന്നലെ വരെ ധനുഷ് ആരായിരുന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഇന്ന് അവൻ എന്റെ ഭർത്താവാ, ഇങ്ങനെ അപമാനിക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ എനിക്ക് പറ്റില്ല
ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിടാൻ ധനുഷ് എന്ത് തെറ്റാ ചെയ്തേ? എന്റെ ഏട്ടന്മാർക്ക് അവൻ ശത്രുവായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ ഭർത്താവാ. അവൻ ആത്മാർത്ഥമായി തന്നെ എന്നെ സ്നേഹിക്കുന്നേ. എനിക്കത് നല്ല ഉറപ്പുണ്ട്. എനിക്ക് അച്ഛനോട് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഈ വീട് വിട്ടു പോകുക. അച്ഛൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സ്നേഹ സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്നു. എന്തൊക്കെയാ മോളെ ഇവിടെ നടക്കുന്നത്? ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ അവർ ഈ വീട്ടിലേക്ക് വന്നത്. ഇനിയും ഇവർക്ക് അവരോട് ക്ഷമിക്കാറായില്ലേ എന്ന് സേതു അർച്ചനയോട് ചോദിക്കുന്നു. അവർക്ക് എങ്ങനെയാ ക്ഷമിക്കാൻ കഴിയുന്ന വെച്ചാ? ഒരേ ഒരു പെങ്ങളല്ലേ അവരുടെ, അതാണ് എന്നൊക്കെ അർച്ചന പറയുന്നു. മോൾ സ്നേഹയോട് സംസാരിക്കണം, അവരോട് ഇവിടെ നിന്ന് പോകരുതെന്ന് പറയണം. എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് സേതു പറയുന്നു. ഞാൻ സംസാരിക്കാം, അതിനു മുമ്പ് നന്ദേട്ടനോടും സന്ദീപിനോടും അച്ഛനും ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു. സേതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് സമയം രാത്രിയായിരിക്കുന്നു. സന്ദീപും സച്ചിയും നന്ദനും കൂടി പുറത്തിരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ചതിയനാണവൻ, അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നന്ദൻ പറയുന്നു. അവനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നന്ദേട്ടന് തന്നെ അല്ലേ? നന്ദേട്ടൻ തന്നെയല്ലേ ഈ വീട്ടിൽ അവനെ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തത്? എന്നിട്ട് അവൻ നന്ദേട്ടനെ തന്നെ ചതിച്ചു എന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്. ഔട്ട് ഹൗസിൽ താമസിക്കാൻ കൊടുത്ത ഒരു അവസരം ഉപയോഗിച്ച് ഈ വീടിനകത്ത് എങ്ങനെ കയറി പറ്റാമെന്നായിരിക്കും അവനിപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ ഇന്ന് അവൻ സ്നേഹയുടെ കൂടെ ഈ വീടിനകത്തേക്ക് കയറി വന്നത്. സ്നേഹയുടെ കഴുത്തിൽ ചുറ്റിയ വിഷപ്പാമ്പാണവൻ. എങ്ങനെയെങ്കിലും അവനെ അവളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയണം. അവൻ ആരാണെന്ന് അവൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് നന്ദൻ പറയുന്നു. അവൾക്ക് അവനെ പൂർണ്ണ വിശ്വാസമാണ്. അവൻ അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെന്ന് അവൾ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് സച്ചി പറയുന്നു. അവൻ സ്നേഹം അഭിനയിക്കുവാണെന്ന് സന്ദീപ്. അവന് വേണ്ടി അവൾ നമ്മളോട് സംസാരിച്ചത് കണ്ടില്ലേ? ശത്രുക്കളോട് സംസാരിക്കുന്നത് പോലെ അവള് കൂടപ്പിറപ്പായി നമ്മളോട് സംസാരിച്ചത് എന്ന് നന്ദൻ പറയുമ്പോൾ സച്ചി പറയുന്നു, അത്രയ്ക്ക് അവൻ അവളെ വശീകരിച്ചിട്ടുണ്ടെന്ന്. ഈ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളും പറ്റുന്ന അബദ്ധമായത്. കണ്ണടച്ച് വിശ്വസിച്ച് ഏതെങ്കിലും ഒരുത്തനെ കയറി അങ്ങ് പ്രേമിക്കും. അച്ഛനമ്മമാരെക്കാളും സഹോദരങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ തങ്ങളെ സ്നേഹിക്കുന്നത് അവനാണെന്ന് അവരങ്ങ് വിശ്വസിക്കും. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ ഇറങ്ങിപ്പോകും. പക്ഷെ അതോടെ അവളുടെ ജീവിതം തീർന്നു കാണും എന്ന് നന്ദൻ പറയുന്നു. ഇതിപ്പോൾ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണല്ലോ ഇവരെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നത്. അതിന് അർച്ചനയും കൂട്ടുനിന്നു എന്ന് സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നു, അർച്ചനേട്ടത്തിയെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അച്ഛൻ എന്ത് പറഞ്ഞാലും ഏട്ടത്തി അതുപോലെ കേൾക്കും. സ്നേഹയുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. ഇന്ന് അവൻ അവളുടെ കൂടെ ഈ വീട്ടിലേക്ക് കയറി വന്നു. നാളെ അവൻ ഒറ്റയ്ക്ക് കയറി വരും, മരുമകന്റെ അവകാശത്തോടെയും അധികാരത്തോടെയും. ചിലപ്പോൾ അവൻ നമ്മളെ തന്നെ എതിർത്തുവെന്നും വരും എന്ന് നന്ദൻ പറയുന്നു. കണ്ടില്ലേ, ആ സമയത്ത് അവൻ പാവത്താനെ പോലെ നിന്നത്? നമ്മളോട് വഴക്കിട്ടത് മുഴുവൻ സ്നേഹയാ എന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അവന്റെ സ്നേഹം സത്യമല്ലെന്ന് ഒരിക്കൽ അവൾ തിരിച്ചറിയും. അർച്ചനയോട് എപ്പോഴും ഒരു കണ്ണ് അവരുടെ മേൽ വേണമെന്ന് പറയണം. അവൻ കാരണം നമ്മുടെ പെങ്ങൾ എപ്പോഴെങ്കിലും കരയേണ്ടി വന്നാൽ പിന്നീട് ഒരു നിമിഷം അവനെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കരുത്. അടിച്ചു ഓടിക്കണം അവനെ ഈ നെല്ലിശ്ശേരിയിൽ നിന്നും എന്ന് സച്ചിയോടും സന്ദീപിനോടും പറയുകയാണ് നന്ദൻ. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് സേതു. ആരും വന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അവരിപ്പോൾ വരുവച്ചാ എന്ന് അർച്ചന പറയുന്നു. അല്ലെങ്കിലും ആൺമക്കൾ അടുത്തിരിക്കാതെ അച്ഛന് ഭക്ഷണം ഇറങ്ങില്ലല്ലോ എന്ന് അവന്തിക പറയുന്നു. അപ്പോൾ അവിടേക്ക് അവർ 3 പേരും വരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആതിര സേതുവിനോട്, അച്ഛാ, എനിക്ക് എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സേതു പറയുന്നുണ്ട്, അതിനെന്തിനാ ഒരു മുഖവുര, മോള് പറ. അത് വേറെയൊന്നുമല്ല അച്ഛാ, കുട്ടികളുടെ ചോറൂണ് ചടങ്ങ് നടത്താനുള്ള സമയമായി, അതിനെക്കുറിച്ചാണെന്ന് ആതിര പറയുമ്പോൾ നന്ദൻ പറയുന്നു, അത് നമുക്ക് വലിയൊരു ചടങ്ങായി തന്നെ നടത്തണം, എല്ലാ ബന്ധുക്കളെയും വിളിക്കണം അച്ഛാ എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു, ഓ, അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമുണ്ട്. ഇതുപോലെയുള്ള ചടങ്ങുകൾക്ക് മാത്രമേ ബന്ധുക്കളെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നത്. അതുകൊണ്ട് ആ ചടങ്ങ് നമുക്ക് ആഘോഷമായി തന്നെ നടത്തണം എന്ന് സേതു പറയുന്നു. അച്ഛാ, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ചോറൂണ് ചടങ്ങ് ഗുരുവായൂരിൽ വെച്ച് നടത്തണമെന്ന് എന്റെ ആഗ്രഹം എന്ന് ആതിര പറയുമ്പോൾ അർച്ചന പറയുന്നു, എന്റെ മനസ്സിലും അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഞാനത് സച്ചിയേട്ടനോട് പറയുകയും ചെയ്തതാ. പക്ഷെ വേണ്ട മോളെ, നമുക്കത് ഇവിടെ വെച്ച് തന്നെ നടത്താം. അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അവിടം വരെ യാത്ര ചെയ്യുക എന്നത് ബുദ്ധിമുട്ടാണ്. അച്ഛൻ വരാതെ നമ്മൾ മാത്രം പോയി ഈ ചടങ്ങ് എങ്ങനെ നടത്താൻ പറ്റും എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട്. അത് സാരമില്ല മോളെ, ഞാനില്ലെങ്കിലും ചോറൂണ് നടക്കട്ടെ എന്ന് സേതു പറയുന്നു. അത് വേണ്ട അച്ഛാ, ഇത് അച്ഛന്റെ പേരക്കുട്ടികളുടെ ചോറൂണാ. അപ്പോൾ ഈ ചടങ്ങ് അച്ഛനില്ലാതെ നടത്താനോ? അത് വേണ്ട എന്ന് അർച്ചന പറയുന്നു. പേരക്കുട്ടികൾ പോലും, കഷ്ടം. ഇതാണ് പറ്റിയ അവസരം. ഈ ചോറൂണ് ചടങ്ങ് ഇവരുടെ അവസാനത്തെ ചടങ്ങായിരിക്കും എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ വെച്ച് ചോറൂണ് നടത്തിയിട്ട് മറ്റൊരു ദിവസം ഗുരുവായൂർ പോകാം. അത് പോരെ മോളെ എന്ന് അർച്ചന ചോദിക്കുന്നു. എനിക്കും അർച്ചന പറഞ്ഞതിനോട് തന്നെയായി യോജിപ്പെന്ന് നന്ദൻ.
നിങ്ങൾ എന്ത് പറയുന്നു എന്ന് നന്ദൻ ചോദിക്കുന്നു. അർച്ചന പറഞ്ഞതാ ശരിയെന്ന് സച്ചി. എന്തായാലും ചടങ്ങിന് അച്ഛൻ വേണം. കുട്ടികളുടെ നാവിൽ ചോറ് തൊട്ട് കൊടുക്കുന്നത് അച്ഛൻ തന്നെ ആയിരിക്കണം എന്ന് സന്ദീപും പറയുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ തീരുമാനിക്കുന്നു. ചോറൂണ് നെല്ലിശ്ശേരിയിൽ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഗുരുവായൂരിൽ പോയി കണ്ണനെ കാണാം. അല്ലേ ആതിരെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, അതെ സച്ചിയേട്ടാ, എനിക്ക് മറിച്ചൊരു അഭിപ്രായവുമില്ല എന്ന് ആതിരയും പറയുന്നു. അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്നു. ഇതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.